നമസ്കാരം ഡാക്കുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് റീൽസ് ചെയ്യുന്ന സമയത്ത്, അതായത് വൈഡായിട്ട് എടുത്തൊരു വീഡിയോ, ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുത്തൊരു വീഡിയോ, പോർട്രേറ്റ് ആയിട്ട്, അതായത് കുത്തനെ നമ്മൾ റീൽസിന് അല്ലെ ഷോർട്സിനൊക്കെ വേണ്ട രീതിയിൽ മാറ്റുന്ന സമയത്ത് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ ചില സമയത്ത് നമ്മൾ ഔട്ട് ഓഫ് ഫ്രെയിം ആയി പോകും. ഇങ്ങനെ വൈഡായിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് സെൻട്രലൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഫ്രെയിമും ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അതിന് വേറെ ഓട്ടോ ആയിട്ട്, അതായത് ഡാവിഞ്ചി തന്നെ നമുക്ക് ചെയ്തു തരും. നമ്മൾ ജസ്റ്റ് റീലിൽ വേണ്ട വീഡിയോ അവിടെ സെലക്ട് ചെയ്തിട്ട് റൺ ചെയ്താൽ മതി. ഇതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഇപ്പം നോക്കിക്കോ, ഈ കുട്ടി ഓടി പോകുന്നു. കുട്ടി കറക്റ്റ് ആ കുട്ടിയുടെ തന്നെ ഫോളോ ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതിന് പകരം ഇവിടെ നോർമലി ഉണ്ടായിരുന്ന ക്ലിപ്പ് അണ്ടു അടിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ കുട്ടി അവിടെ നിന്ന് ഓടി വരുന്ന സമയത്ത് പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്നേന്ന് പറയാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ വൈഡ് അല്ലാത്ത ഇങ്ങനെ കുത്തനുള്ളൊരു ടൈം ലൈൻ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുക, നേരെ നമ്മുടെ മീഡിയ പൂളിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടൈം ലൈൻസ് എടുക്കുക. ക്രിയേറ്റ് ന്യൂ ടൈം ലൈൻസിൽ ഇവിടെ യൂസ് പ്രൊജക്ട് സെറ്റിങ്സ് ഉണ്ടാവും, അതൊന്ന് അൺടിക്ക് ചെയ്യുക. ഓക്കെ അല്ലേ. അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ 1020x1080 എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ യൂസ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ തിരിയും. കണ്ടോ, ഇങ്ങനെ കുത്തനാവും. 1080 1920 എന്നാവും. ഓക്കെ, മനസ്സിലായോ? ഈ ജസ്റ്റ് യൂസ് വെർട്ടിക്കൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് മാനുവലി 4K ഒക്കെ ആണെങ്കിൽ ഇവിടെ മാറ്റി എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. അതുപോലെ 30 ഫ്രെയിം ആണോ വേണ്ടതെന്ന് നോക്കിയാൽ 30 ഫ്രെയിം ആണെങ്കിൽ 30 ഫ്രെയിം തന്നെ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, നമ്മുടെ ഇഷ്ടം കേട്ടോ. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. വേറെ ഒന്നും നമുക്ക് കാര്യമായിട്ട് നോക്കാനില്ല. നമ്മുടെ വെർട്ടിക്കലായിട്ട്, അതായത് പോർട്രേറ്റ് മോഡിലുള്ള ഒരു ടൈം ലൈൻ കിട്ടിയില്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ക്ലിപ്പിനെ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. ഈ ബേസിക് ഏരിയ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷൻ ചെന്ന് കഴിഞ്ഞാൽ വെബ്സൈറ്റ് നല്ല ലിങ്ക് അതിൽ കയറി കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതിൽ കയറിയാൽ ഡാവിഞ്ചിയുടെ ബേസിക് വീഡിയോസും അതുപോലെ അഡ്വാൻസ് വീഡിയോസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അത് നോക്കുക വേണമെങ്കിൽ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടി ഓടി വരുന്നു, പോകുന്നു, ഇവിടെ എത്തുന്നു. ഇത്രയും മതിയില്ല നമുക്ക്. അത്രയും മതിയെങ്കിൽ അവിടെ ഒരു കട്ടിടുക. ഞാൻ അവിടെ കട്ടിടാൻ കാരണം എന്താ അറിയോ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വേറെ ടൈപ്പിലാണ് വീഡിയോ പോകണേ. അപ്പോൾ രണ്ടെണ്ണമായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. സിംഗിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ സിംഗിൾ ആയിട്ട് ചെയ്യാം. ഇതിൽ 2-3 ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഈ ഫസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്യുക, ഇൻസ്പെക്ടറിൽ വരിക. ഇൻസ്പെക്ടർ മിക്കവാറും ഓൺ ആയിരിക്കും. ഓൺ അല്ലെങ്കിൽ ഒന്ന് ഓൺ ചെയ്യുക അവിടെ ഇൻസ്പെക്ടർ. അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമിൻ്റെ നേരെ താഴെ സ്മാർട്ട് റീഫ്രെയിം എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഒബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഓട്ടോ ആണ് ഉണ്ടാവുക. ജസ്റ്റ് ഓട്ടോ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഓട്ടോയിൽ റീഫ്രെയിം ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ സംഭവിക്കുന്നത് കാണാം. അപ്പോൾ ഓട്ടോയിൽ ഇവരെയാണ് ഡിറ്റക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ഓട്ടോ മാറ്റിയിട്ട് റെഫറൻസ് പോയിന്റ് കൊടുക്കുക. റെഫറൻസ് പോയിന്റ് കൊടുത്തത്, അതായത് ഈ കുട്ടീനാണ് നമ്മൾ റെഫറൻസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ കുട്ടീനെ റെഫറൻസ് ചെയ്യുക. റെഫറൻസ് പോയിന്റ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു ഐക്കൺ വരും. ഈ ഐക്കൺ വന്നില്ലെങ്കിൽ ഈ സൈഡിൽ ഓഫ് ആയി പോയതായിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു എവിടെയാണ് റെഫറൻസ് ചെയ്യുന്നത്, ഇത് വലുതാക്കി ചെറുതാക്കി ചെയ്യാം കേട്ടോ. ഞാൻ ഇത്തിരി കൂടി വലുതാക്കി ഈ കുട്ടീനെ ഫുൾ ഇതിൽ കൊള്ളുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, വീണ്ടും റീഫ്രെയിം കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ആ കുട്ടി എവിടെ നിന്നാണോ ഓടി വരുന്നത് അവിടുന്ന് ആ കുട്ടിയുടെ തന്നെ ഓട്ടോ ട്രാക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സംഭവം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന സീൻ എന്ന് ഞാൻ പറഞ്ഞ കാര്യം, ഒരു ഇങ്ങോട്ടേക്ക് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇതിനെ കുട്ടീനെ തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കുട്ടിയാണല്ലോ സെൻട്രലൈസ്ഡ് ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ ഞാൻ അതിനെ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ക്ലിപ്പിനെയും കൂടെ ഒന്ന് റീഫ്രെയിം ചെയ്യാൻ പോവുകയാണ്. വേഗം കഴിയും കേട്ടോ, ഭയങ്കര ഫാസ്റ്റായിട്ട് ആവുന്നുണ്ട്. ഓട്ടോ ട്രാക്കിംഗ് ഒന്നും പോലെ ടൈം എടുക്കില്ല കണ്ടോ. അപ്പോൾ നേരത്തെ കണ്ട പോലെ അല്ല, മൊത്തത്തിൽ ഇപ്പം നമുക്ക് റീൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫ്രെയിം അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാവേണ്ട ഒരു കാര്യമില്ല. കണ്ടോ, കണ്ടിന്യൂസ്ലി ആ കുട്ടീനെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സിമ്പിളാണ്. എന്താ പറഞ്ഞാൽ നമ്മൾ ന്യൂ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ക്രിയേറ്റ് ന്യൂ ടൈം ലൈനിൽ ഇവിടെ ടിക്ക് ഒഴിവാക്കുക. എന്നിട്ട് ഫോർമാറ്റിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, യൂസ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ കൊടുക്കുക. അപ്പോൾ പുതിയൊരു ടൈം ലൈൻ ക്രിയേറ്റ് ആവും. അവിടേക്ക് ജസ്റ്റ് ഇതിനൊന്ന് വലിച്ചിടുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഇൻസ്പെക്ടറിൽ വന്നിട്ട് ഒബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഓട്ടോ മാറ്റിയിട്ട് റെഫറൻസ് പോയിന്റ് കൊടുക്കുക. നമുക്ക് വേണ്ട റെഫറൻസ് ഏതാണോ അത് കൊടുക്കുക. ആ കോളം വന്നില്ലെങ്കിൽ ഈ ഒരു ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് വരും. ഇല്ല, ഇത് വരും. ഓക്കെ അല്ലേ, ഇത് വരും. ജസ്റ്റ് റീഫ്രെയിം കൊടുക്കുക. സംഭവം കഴിഞ്ഞു. സിമ്പിളാണ്. ഇത്രേ ചെയ്യാനുള്ളൂ. കത്തിയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.